ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സ്വപ്നമുണ്ട്. അത് ചിലപ്പോൾ വലുതാകാം, ചിലപ്പോൾ ചെറുതാകാം. പക്ഷെ ഇത് സംസാരിക്കുമ്പോൾ എനിക്കറിയാം നിങ്ങൾക്കൊരു സ്വപ്നമുണ്ട്. അത് പലപ്പോഴും നടക്കില്ലെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും. പലപ്പോഴും വെറും സ്വപ്നം മാത്രമല്ലേ എന്ന് വിചാരിച്ച് തള്ളിക്കളഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഐ സേ ഇറ്റ് ഈസ് പോസിബിൾ. യുവർ ഡ്രീം വിൽ കം ട്രൂ. ഈ സമയത്തിനുള്ളിൽ നിങ്ങൾ മനസ്സിലാക്കി കാണും, ഒരു സ്വപ്നവും എളുപ്പമല്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വപ്നം കിട്ടുക എന്ന് പറയുന്നത് ഒരുപാട് കഷ്ടപ്പാടാണ്. നമ്മൾ നമ്മളെ തന്നെ സംശയിക്കുന്ന ഒരുപാട് സമയങ്ങൾ വരും. എനിക്ക് ടാലന്റ് ഉണ്ടോ? എനിക്ക് മറ്റുള്ളവരെ പോലെ കഴിവുണ്ടോ? എനിക്ക് ഈ കാര്യം പ്രസന്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടോ? മനസ്സ് മടുത്തു പോകുന്ന മൊമെന്റുകൾ ഉണ്ടാവും. ഒന്നും ചെയ്യാൻ ശക്തി തോന്നാത്ത സമയങ്ങൾ, ശരിക്കും എവിടെയെങ്കിലും ഒന്ന് പോയി ഇരുന്ന് കരയണമെന്ന് തോന്നുന്ന നിമിഷങ്ങൾ, എല്ലായിടത്തും തോറ്റു പോകുന്നു എന്ന് തോന്നലുണ്ടാവുന്ന നിമിഷങ്ങൾ, ഒരിടത്തും റെസ്പെക്റ്റ് കിട്ടുന്നില്ല, അംഗീകരിക്കപ്പെടുന്നില്ല. ഡോണ്ട് ഗീവ് അപ്പ് യെറ്റ്. തോറ്റുകൊടുക്കാൻ സമയമായിട്ടില്ല. സ്വപ്നങ്ങളുടെ പിന്നാലെ പോകുന്ന എല്ലാവർക്കും ഉണ്ടാകുന്ന സംശയങ്ങളാണ്. സ്വപ്നങ്ങളുടെ പിന്നാലെ പോകുന്ന എല്ലാവർക്കും ഉണ്ടാകുന്ന തോൽവികളാണിത്. പക്ഷേ സ്വപ്നങ്ങൾ എത്തിപ്പിടിക്കുന്നത് തോറ്റുകൊടുക്കാത്തവർ മാത്രം. കഷ്ടപ്പാടുകളുള്ള സമയം വരും, പക്ഷേ ആ കഷ്ടപ്പാടുകളുള്ള സമയം കഴിഞ്ഞു പോകും. അതും കഴിഞ്ഞ് മുന്നോട്ട് പോകണം. കാരണം നമ്മൾ ഈ ഭൂമിയിലോട്ട് വന്നത് വെറുതെ ജീവിച്ചു മരിക്കാൻ വേണ്ടിയല്ല. നമ്മുടെ സ്വപ്നങ്ങൾ നേടാനാണ്, നമ്മുടെ ആഗ്രഹങ്ങൾ നേടാനാണ്. നമ്മുടെ കഥ പറയുമ്പോൾ അനേകർ ഇൻസ്പയർ ആവണം, അനേകർക്ക് ജീവിക്കാനുള്ള ഇൻസ്പിറേഷൻ കിട്ടണം. നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ജീവിക്കുന്നത്. ഒരുപാട് പേര് കംപ്ലൈന്റ് ചെയ്യും, എനിക്ക് ഇതില്ല, എനിക്ക് സാഹചര്യങ്ങളില്ല, എന്നെ കൊണ്ട് പറ്റുന്നില്ല, എന്റെ കയ്യിൽ പൈസ ഇല്ല. കംപ്ലൈന്റ് ചെയ്യാനാണെങ്കിൽ ആർക്കും കംപ്ലൈന്റ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും. ആർക്കാണ് ജീവിതത്തിൽ എല്ലാം കിട്ടിയിട്ടുള്ളത്? ആർക്കാണ് ജീവിതത്തിൽ എല്ലാ അവസരങ്ങളും എല്ലാ സാഹചര്യങ്ങളും ഉള്ളത്? ആർക്കും ഉണ്ടായിട്ടില്ല. സോ സ്റ്റോപ്പ് കംപ്ലൈനിങ്. അതുകൊണ്ട് കംപ്ലൈന്റുകൾ പറയുന്നത് നിർത്തിയിട്ട്, പരാതികൾ പറയുന്നത് നിർത്തിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്ക്, എങ്ങനെ മെച്ചപ്പെടാൻ പറ്റുമെന്ന് നോക്ക്. ഹൗ ക്യാൻ യു ഡു സംതിങ്? വർക്ക്. അധ്വാനിക്കാൻ തയ്യാറാവ്. ശരിയായിരിക്കാം, ചിലപ്പോൾ ഒറ്റച്ചാട്ടത്തിന് നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് എത്തില്ലായിരിക്കും. പല പല സ്റ്റെപ്പുകൾ കയറേണ്ടി വരുമായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും അതിൻ്റെ ഇടയ്ക്ക് പല ജോലികളും ചെയ്യേണ്ടി വന്നേക്കാം. പക്ഷേ പൈസ ഉണ്ടാക്കാൻ പല മാർഗങ്ങളും കണ്ടെത്തേണ്ടി വന്നേക്കാം. യെസ്, യു ഹാവ് ടു പുട്ട് ഇൻ ഹാർഡ് വർക്ക്. ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും? ഞാൻ എന്തെങ്കിലും ചെയ്താൽ എൻ്റെ കൂടെ പഠിച്ചവർ എന്നെ കളിയാക്കുമോ? ഞാൻ ആ ജോലി ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ സ്റ്റാറ്റസ് എന്താവും? നമ്മൾ ഈ കഷ്ടപ്പാട് മുഴുവനും എടുത്ത് നമ്മൾ നമ്മുടെ സ്വപ്നം മുഴുവൻ കണ്ടത് അയാൾ എങ്ങനെ ചിന്തിക്കും, അവർ എങ്ങനെ കാണും എന്നൊന്നും നോക്കാനല്ല. അത് നമ്മുടെ സ്വപ്നം ആയതുകൊണ്ടാണ്. ഒരു മനുഷ്യൻ ഒരിക്കലും ഒരു കാര്യം ചെയ്യാൻ പോയപ്പോൾ ആദ്യമൊക്കെ അയാൾ ഫെയിലായി. അപ്പോൾ അയാളുടെ ചുറ്റും നിന്നവർ അയാളോട് പറഞ്ഞു, നിന്നെ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന്. പക്ഷേ അയാൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ വീണ്ടും വീണ്ടും എന്താണോ അയാളുടെ ലക്ഷ്യം അത് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് സമയത്തിനു ശേഷം, ഒരുപാട് നേരത്തെ പരിശ്രമത്തിനു ശേഷം അയാൾ അയാളുടെ ലക്ഷ്യത്തിലെത്തി. കാരണം അയാൾക്ക് ചെവി കേൾക്കില്ലായിരുന്നു. അതിന്റെ ചുറ്റും നിന്ന് പറഞ്ഞ ആളുകളുടെ ശബ്ദം അദ്ദേഹം അത് കേട്ടില്ല. ആ മനുഷ്യൻ അയാളുടെ ലക്ഷ്യം നേടാൻ ഒരേ ഒരു കാരണമേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ ചുറ്റും നിൽക്കുന്നവർ എന്തു പറയുന്നു എന്ന് വിചാരിച്ചില്ല. ഹി ജസ്റ്റ് വാണ്ടഡ് ടു ഡു ഇറ്റ്. അദ്ദേഹത്തിന്റെ ചുറ്റുമുള്ള ആളുകൾ കൈകൊട്ടുന്നു, കളിയാക്കുന്നു. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ച് അതൊരു പ്രോത്സാഹനമായിരുന്നു. എല്ലാവരും ഊർജം കൊടുക്കുന്നത് പോലെയാണ് അദ്ദേഹത്തിന് അത് തോന്നിയത്. ബാക്കിയുള്ളവർ എങ്ങനെ ചിന്തിക്കും എന്ന് വിചാരിക്കരുത്. നിങ്ങൾ എങ്ങനെ ചിന്തിക്കും, നിങ്ങൾ എങ്ങനെ അതിനെ ജഡ്ജ് ചെയ്യും, അങ്ങനെ മാത്രം ചിന്തിക്കുക. കാരണം ലോകം എപ്പോഴും കംപ്ലൈന്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ ചുറ്റുമുള്ളവർ എപ്പോഴും ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കും. എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും. നമുക്കൊരിക്കലും അത് നിർത്താൻ പറ്റില്ല. അതിന്റെ പേരിൽ നമ്മുടെ സമയം കളയരുത്. അതിലേക്കൊക്കെ നമ്മൾ ശ്രദ്ധ കൊടുക്കരുത്. നമ്മുടെ എഫേർട്ടാണ് എല്ലാം മാറ്റുന്നത്. നമ്മുടെ കാഴ്ചപ്പാടാണ് എല്ലാം മാറ്റുന്നത്. ഓൺലി യുവർ ഡ്രീം ഈസ് യുവർ ഫ്യൂവൽ. നിങ്ങളുടെ സ്വപ്നം മാത്രമാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ ഇന്ധനമായിട്ടുള്ളത്. ഓരോ ദിവസവും മുൻപോട്ട് പോകാൻ, ഓരോ ദിവസവും ഊർജ്ജത്തോടെ ജീവിക്കാൻ സഹായിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ കയറിയിട്ട് ഇൻസ്റ്റഗ്രാമിൽ കയറി സമയം കളയുന്നത് നിർത്ത്. ബിക്കോസ് യു ഹാവ് ഗോട്ട് എ ഡ്രീം. അതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യ്, പുസ്തകങ്ങൾ വായിക്ക്, പ്രാക്ടീസ് ചെയ്യ്, പഠിക്ക്. ബിക്കോസ് യു ഹാവ് ഗോട്ട് എ ഡ്രീം. വർക്ക് ഔട്ട് യുവർ സെൽഫ്. ഡ്രീംസ് ആർ സീഡ്സ്. നാളെ നമുക്ക് യാഥാർത്ഥ്യമാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ വലിയ വലിയ കമ്പനികളായിരിക്കാം അത്, ചിലപ്പോൾ വലിയ വലിയ നേട്ടങ്ങളായിരിക്കാം, ചിലപ്പോൾ ലോകത്തെ തന്നെ മാറ്റിമറിക്കാവുന്ന വലിയ വലിയ കണ്ടുപിടുത്തങ്ങളായിരിക്കാം, വലിയ ചേഞ്ചസ് ആയിരിക്കാം. ചിലപ്പോൾ നാളെ ലോകത്തെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു മനുഷ്യനായി നിങ്ങൾ മാറാം. പക്ഷേ അതിനൊരു വിത്താണ് നിങ്ങൾ ഇന്ന് കാണുന്ന സ്വപ്നം. എല്ലാ മരവും മുളച്ചു പൊന്തുന്നത് ഒരു വിത്തിൽ നിന്നാണ്. വിത്ത് ഒരുപാട് ചെറുതാണെന്ന് തോന്നും, ബട്ട് വി ഡോണ്ട് നോ ഇറ്റ്സ് പവർ. We don't know its potential. If your dream is a seed, start nourishing it. നമ്മളൊരു തീരുമാനമെടുക്കണം. നമ്മുടെ മുൻപിൽ 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നില്ലെങ്കിൽ സാധാ പോലെ ജീവിച്ചു മരിക്കാം, എല്ലാ സുഖങ്ങളുമൊക്കെ അനുഭവിച്ച് ജീവിച്ചു മരിക്കാം. അല്ലെങ്കിൽ കുറച്ച് കഷ്ടപ്പാടെടുത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന ജീവിതം, നമ്മുടെ സ്വപ്നങ്ങളുടെ ജീവിതം, അത് നേടിയെടുക്കാം. സ്റ്റോപ്പ് വേസ്റ്റിംഗ് ടൈം. റെസ്പെക്ട് യുവർ ഡ്രീംസ്. റെസ്പെക്ട് യുവർ ഡ്രീംസ്. ഇറ്റ്സ് മീ, വോക്കൽ മോട്ടീവ്.